സ്റ്റാർഡെൽറ്റ സ്റ്റാർട്ടറിൻ്റെ നമ്മുടെ കോൺടാക്റ്റിൻ്റെ വയറിങ്ങുകൾ മെയിൻ കോൺടാക്റ്റിൻ്റെയും നമ്മുടെ ഡെൽറ്റയുടെയും സ്റ്റാറിൻ്റെയും വയറിങ്ങുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ മെയിൻ എം സി കൂടെ റെഡ്, യെല്ലോ, ബ്ലൂ നമ്മളടുത്ത മെയിൻ കോൺടാക്റ്റിലേക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. മെയിൻ കോൺടാക്റ്റിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. അതേ ഇത് തന്നെ നമ്മൾ ലൂപ്പ് ചെയ്ത് ഡെൽറ്റ, രണ്ടാമത്തെ കോൺടാക്റ്റ് ഡെൽറ്റ കോൺടാക്റ്റാണ്. ആ ഡെൽറ്റയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. അതായത് നമ്മൾ എം സി ബിന്ന് 3 ഫേസ് ഇൻപുട്ട് കൊടുക്കുക. ഓക്കെ, RYB അത് മെയിൻ കോൺടാക്റ്റിലേക്ക് വന്ന് അതുപോലെ തന്നെ നമ്മൾ പാരൽ ചെയ്ത് നമ്മുടെ ഡെൽറ്റ കോൺടാക്റ്റിലേക്ക് ഘടിപ്പിച്ചു. ഓക്കെ, ഘടിപ്പിച്ചതിന് ശേഷം നമ്മൾ മെയിൻ കോൺടാക്റ്റിൽ നിന്ന് ഓവർലോഡ്, ഇത് ഓവർലോഡ് പ്രൊട്ടക്ടറാണ്, ഓവർലോഡ് റിലേ വഴി നേരെ താഴേക്ക് RYB എടുക്കുന്നു. ഓക്കെ, ഇത് മോട്ടോറിൻ്റെ സിമിലർ എൻഡുകളിലേക്ക്, ഒന്നുകിൽ 3 നമ്മൾ പറയുന്നത് പോലെ മോട്ടറിൽ നിന്ന് വരുന്ന 1, 2, 3 അല്ലെങ്കിൽ ഒരു സൈഡിൽ നിന്ന്, അതായത് പിന്നെ ഒരു വൈൻഡിങ്ങിന് 2 എൻഡുകളുണ്ടാവും, ആദ്യമോ അവസാനം. ആദ്യത്തെ 3 എൻഡുകളിലേക്ക് ഇത് അടുത്ത തിരിച്ച് നമ്മുടെ ഡെൽറ്റ സ്റ്റാർട്ടറിൽ നിന്നും നമ്മൾ സ്റ്റാർ കോൺടാക്ടറിൻ്റെ സ്റ്റാർട്ടറിലേക്ക് ലൂപ്പ് ചെയ്തിരിക്കുന്നത്. എപ്പോഴാണോ സ്റ്റാർ കോൺടാക്റ്റ് പിടിക്കുന്നത് അവിടെ നമ്മൾ ദാണ്ട വയർ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർ കണക്ഷൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്, അത് പിടിക്കും. അപ്പം അടുത്ത നമ്മുടെ സിമിലർ എൻഡുകൾ ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ പാരൽ ചെയ്തപ്പം വയറിങ് നമ്മൾ തിരിച്ച് തന്നെ അതാണ്ട് പിന്നെ മെയിൻ കോൺടാക്റ്റിൽ നിന്ന് ഡെൽറ്റ കോൺടാക്റ്റിലേക്ക് വന്ന് ഡെൽറ്റയിൽ നിന്ന് സ്റ്റാറിലേക്ക് പോകുന്നത് സ്റ്റാർ കോൺടാക്റ്റാണ്. ഇത് പിടിക്കുന്ന സമയത്ത് ഫസ്റ്റിലേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് മെയിൻ കോൺടാക്ടറും സ്റ്റാർ കോൺടാക്റ്റും കൂടെ പിടിച്ചിട്ട് സ്റ്റാർ കണക്ഷനിലോടും. എന്നിട്ട് നമുക്കൊരു പർട്ടിക്കുലർ 1/3 സ്പീഡ് ആവുന്ന സമയത്ത് ഇത് കട്ട് ഓഫ് ആക്കിക്കൊണ്ട് ഇത് ഓൺ ചെയ്യും. ഈ 2 റിലേ നമ്മൾ ചെയ്യുന്നത് ഇൻ്റർലോക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇൻ്റർലോക്കിങ്ങും പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓട്ടോമാറ്റിക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈമറും വയ്ക്കും. ഇത്ര സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ റിലേ NONCയിൽ കൊടുക്കും. കോമൺ ചെയ്തിട്ട് NONCയിൽ ഇതിൻ്റെ A1 പിന്നെ 2 കോയിലുകൾ വരത്തില്ല ഇതിനകത്ത്, മാഗ്നറ്റിക് കോൺടാക്റ്റിൻ്റെ 2 കോയിലിൽ A1 ഇതിനകത്ത് കോമൺ ചെയ്തുകൊണ്ട് NONC ആയിട്ട് കൊടുക്കും. അതായത് ഈ തുടക്കം നമ്മൾ മെയിൻ കോൺടാക്റ്റും സ്റ്റാർ കോൺടാക്റ്റും കൂടെ പിടിക്കും. അതിനുശേഷം നമ്മുടെ ഡെൽറ്റയിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഡെൽറ്റയിലേക്ക് കോൺടാക്റ്റ് പിടിക്കുമ്പോഴത്തേക്ക് ഈ നമ്മുടെ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന 6 വയറുകൾ, ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡെൽറ്റ കോൺടാക്റ്റിൽ നിന്ന് വരുന്ന 3 വയറല്ലേ, അത് കണക്ക് തന്നെ മെയിൻ കോൺടാക്റ്റിൽ നിന്ന് വരുന്ന ഈ 6 വയറുകൾ തമ്മിൽ റെഡും യെല്ലോ ബ്ലൂ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ പാരലാവും, ഒരേ കോൺടാക്റ്റ് ആവുക ചെയ്യുന്നത്. അത് നമ്മൾ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന മറ്റേ സിമിലർ എൻഡുകൾ നമ്മൾ അതിൻ്റെ പിന്നെ അതായത് 1, 5, 2, 4, 3, 6 ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ 1, 6, 2, 4, 3, 5 ആ 6 ആ രീതിയിൽ സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നമ്മളെ ടെർമിനലിലേക്ക് വരുന്ന 6 വയർ, ഒരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതുണ്ട ഈ കോൺടാക്റ്റ്, നമ്മൾ ഈ കോൺടാക്റ്റ് കാണുന്നില്ലേ, ഈ കോൺടാക്റ്റിലെ ആദ്യത്തെ 3, അതായത് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന 3 എണ്ണം, 1, 2, 3 3 എണ്ണം, അത് നമ്മൾ സ്റ്റാർ കോൺടാക്റ്റിലെ RYB ആയിട്ട് കണക്ട് ചെയ്യുക. ഇപ്പുറത്ത് വരുന്ന 3 എൻഡുകൾ, അതുകൊണ്ട് ഈ വരുന്ന 3 എൻഡുകൾ നമ്മുടെ ഈ കോൺടാക്റ്റുമായിട്ട്, അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 എണ്ണം നമ്മുടെ റെഡ്, യെല്ലോ, ബ്ലൂ 1, 2, 3 ആ ഒരു ഫേസിൽ മുകളിലെടുക്കും. രണ്ടാമത്തെ ഈ സ്റ്റാർ കോൺടാക്റ്റിൻ്റെ ഈ കോൺടാക്റ്റ് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ 3ലും നമ്മൾ ക്രമീകരിക്കും. ആ ക്രമീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ കോൺടാക്ടറും സ്റ്റാറും കൂടെ പിടിക്കുന്ന സമയത്ത് ഈ 3 വയറുകൾ തമ്മിൽ, ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ 3 വയറുകൾ തമ്മിൽ, അതായത് ഈ സ്റ്റാറിൻ്റെ ഇതിൻ്റെ 3 വയറുകൾ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺടാക്റ്റ് പിടിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റാർ ഷോർട്ട് ആവുക ചെയ്യുന്നു. ആ സമയത്ത് ഈ കോൺടാക്റ്റ് പിടിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ സൈഡിലത്തെ 3 വയറുകൾ തമ്മിൽ, ഈ 3 വയറുകൾ തമ്മിൽ ഇതാണ്ടിത് 3 വയർ, ഇവിടുത്തെ 3 വയർ, ഒരു സൈഡിലെ 3 വയറുകൾ തമ്മിൽ ഷോർട്ടാവും, മറ്റത് 3ൽ ലൈൻ പോകും. അപ്പം സ്റ്റാറായി. ഡെൽറ്റയിലേക്ക് വരുമ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ടെർമിലും കൂടെ ഷോർട്ട് ആവുക ചെയ്യുന്നത്. ഈ ടെർമിലും കൂടെ ഷോർട്ട് ആവുക ചെയ്യുന്നത്, 3 കൂടെ പാരലാവുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ കോൺടാക്ടറും നമ്മുടെ ഡെൽറ്റ കോൺടാക്ടറും, ഈ വരുന്ന 6 വയറുകൾ തമ്മിൽ റെഡും യെല്ലോ ബ്ലൂ ഇത് തമ്മിൽ ഷോർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ടെർമിനൽ കാണിച്ചതുപോലെ നേരെ നമ്മുടെ ഒരു ബസ് ബാർ വരുമല്ലോ ഇതിനകത്ത് ഷോർട്ട് ചെയ്യാനുള്ള, അതുപോലെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പം ഓരോ വൈൻഡിങ്ങിൻ്റെയും നമ്മൾ മോട്ടോഴ്സിൽ നിന്ന് വരുന്ന ഓരോ വൈൻഡിങ്ങിൻ്റെയും
ടെർമിനലുകൾ അടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഓരോ വയർ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോയിലിൻ്റെ ആദ്യം ഇവിടെയാണെങ്കിൽ അതിൻ്റെ മറ്റേ എൻഡ് ഇവിടെ ആയിരിക്കണം. അടുത്ത കോയിലിൻ്റെ ആദ്യം ഇവിടെയാണെങ്കിൽ മറ്റേ എൻഡ് ഇവിടെ ആയിരിക്കണം. അടുത്ത സെറ്റിൻ്റെ ഒരു കോയിലിൻ്റെ എൻഡ് ഇവിടെയാണെങ്കിൽ മറ്റേ എൻഡ് ഇവിടെ ആയിരിക്കണം. അതായത് കോർണർ ടു കോർണറും പിന്നെ നമ്മൾ ഈ പൊസിഷനിൽ ഇങ്ങനെ തിരിച്ച് നമുക്ക് കൊടുക്കാം. തിരിച്ച് ഇപ്പോൾ ഈ കോർണർ നമ്മൾ കൊടുത്താണ് എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ കൺട്രോൾ വയറിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അടുത്ത ഒരു ഇതിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് അതിൻ്റെ മെയിൻ വയറിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നും കൂടെ പറയാം. മെയിൻ ലൈൻ വരുന്നു. മെയിൻ ലൈനിൽ വന്നിട്ട് RYB നമ്മുടെ മെയിൻ കോൺടാക്റ്റിലേക്ക് പോകുന്നു. പോയിട്ട് ഓവർ ട്രിപ്പ് വഴി ആ 3 വയർ പുറത്തേക്ക് വരുന്നു. അടുത്ത വീണ്ടും പവർ സോഴ്സിനെ നമ്മൾ ഡെൽറ്റ കോൺടാക്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ ഔട്ടിൽ നിന്നും എടുത്ത് നമ്മുടെ സ്റ്റാർ കോൺടാക്റ്റിൻ്റെ ഇന്നിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ മുകളിൽ നമ്മളത് സ്റ്റാർ ആവുന്ന എപ്പോഴാണോ, ഈ കോൺടാക്ടർ പിടിക്കുന്ന എപ്പോഴാണോ, അപ്പം നമ്മൾ ഷോർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ സ്റ്റാർ കണക്ഷൻ ചെയ്ത് 2 വയർ തമ്മിൽ ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ.